ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വെൽക്കം ടു കുട്ടി ഗോസ്പൽ. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വില്ലേജിനെ കുറിച്ചാണ്. ഈ വില്ലേജ് അറിയപ്പെടുന്ന ഇൻ്റർനാഷണൽ വില്ലേജ് എന്നാണ്. അങ്ങനെ അറിയപ്പെടാനുള്ള കാരണം ലോകത്തുള്ള ഏത് രാജ്യത്തെ ആൾക്കാർക്ക് ഈ വില്ലേജിൽ വന്ന് താമസിക്കാം. ഈ വില്ലേജ് നമ്മുടെ സ്റ്റേറ്റിൻ്റെ തൊട്ടടുത്ത സ്റ്റേറ്റിലാണ്, തമിഴ്നാട്ടിലാണ്. പോണ്ടിച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരു 20 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് ആണ് ഈ വില്ലേജ് ഉള്ളത്. 5 വില്ലേജസ് കൂടി ചേർന്നാണ് ഈ സ്ഥലം. ഈ വില്ലേജിൻ്റെ പേരാണ് ഓറോവിൽ. ഓറോവിൽ എന്നുള്ളൊരു ഫ്രഞ്ച് വാക്കാണ്. അതിനർത്ഥം സിറ്റി ഓഫ് ഡോൺ, പ്രഭാതത്തിൻ്റെ നഗരം, പ്രഭാതത്തിൻ്റെ സിറ്റി എന്നറിയപ്പെടുക. 1968 ഇങ്ങനൊരു വില്ലേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ തുടക്കം നല്ല രസമാണ്. കാരണം ലോകത്തുള്ള 124 രാജ്യങ്ങളിൽ നിന്നുള്ള ചെറുപ്പക്കാർ, യൂത്ത് ഇവിടെ ഒരുമിച്ച് കൂടാണ്. ഈ പോണ്ടിച്ചേരിയിൽ ഒരുമിച്ച് കൂടാണ്. അവർ വന്നപ്പോൾ അവരുടെ നാട്ടിൽ നിന്ന് ഒരു പിടി മണ്ണായിട്ടാണ് വന്നത്. അങ്ങനെ 124 കൺട്രീസിൻ്റെ മണ്ണ് അവർ ഒരുമിച്ച് ചേർത്ത് അവരൊരു കുമ്പമുണ്ട്, ഒരു മൺകലം, നീണ്ടൊരു മൺകുലമുണ്ട് വൈറ്റ് കളറിൽ. അതിൻ്റെ അകത്ത് ഇട്ടിട്ട് അതിപ്പോഴും അവിടെ ഉണ്ട്. അങ്ങനെയാണ് അവർ ആ വില്ലേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അറ്റ് പ്രസൻറ്റ് ആ വില്ലേജിൽ 3000-ഓളം ആൾക്കാരുണ്ട്. 62 രാജ്യത്തു നിന്നുള്ള ആൾക്കാരാണ് അവിടെ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഉള്ളത്. ഇനി ഈ വില്ലേജിൻ്റെ പ്രത്യേകത എന്താണ്? ഞാൻ പറഞ്ഞു, ഇവിടെ ഇൻ്റർനാഷണൽ ഏത് രാജ്യത്തെ ആൾക്കാർക്ക് ഒന്ന് താമസിക്കാം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സ് ആവട്ടെ, ഇവിടെയുള്ള എൻജിനീയേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ സ്കൂൾ ടീച്ചർ ആവട്ടെ, അല്ലെങ്കിൽ സാധാരണ ഒരു കാർപ്പൻ്റർ ആവട്ടെ, ഇവർക്കെല്ലാം തുല്യമായ സാലറിയാണ്. ആരെത്ര ദിവസം വർക്ക് ചെയ്താലും അവർക്ക് മാസത്തിൽ കിട്ടുന്നത് 12,000 റുപ്പീസാണ്. വെറും 12,000 രൂപയാണ്. അതാരായിക്കോട്ടെ, ഡോക്ടറായാലും കൊള്ളാം, ഒരു മരപ്പണിക്കാരനായാലും കൊള്ളാം, കിട്ടുന്ന സാലറി 12,000 മാത്രമാണ്. പിന്നെ അവർക്ക് ഉച്ചക്കത്തെ ഭക്ഷണം ഫ്രീ ആണ്, അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഫ്രീ ആണ്, അവരുടെ കുട്ടികളുടെ പഠനം ഫ്രീ ആണ്, ഇലക്ട്രിസിറ്റി ഫ്രീ ആണ്. അങ്ങനെ പോകുന്നത്. ഇനി ഏതെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് ആലോചിക്കട്ടെ, ഇപ്പോൾ ഷോപ്പ് നടത്തുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ 31% അവർ സെൻറ്ററിന് കൊടുക്കണം. കാരണം ഈ വില്ലേജ് റൺ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ആ പൈസ ഉള്ളത്. പിന്നെ അവിടെ ഒരു പ്രാർത്ഥിക്കാനുള്ള സ്ഥലമുണ്ട്. നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ പറഞ്ഞാൽ അവർക്കുള്ളത് മാതൃ മന്ദിർ എന്ന് പറയും. അവിടെ ഒരു ഗ്ലോബ് സൈസാണ്. ഇങ്ങനെ ഒരു ഗ്ലോബ് സൈസുള്ള ബിൽഡിംഗ് ആണ്, ഗോൾഡൻ കളറാണ്. അതിനകത്ത് ആർക്ക് വേണമെങ്കിലും വന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ അവിടെ ഒറ്റ റൂള് മാത്രമേ ഉള്ളൂ. ആരോട് വേണമെങ്കിലും പ്രാർത്ഥിക്കാം, പക്ഷെ ഒറ്റ റൂള് മാത്രമേ ഉള്ളൂ, സൈലൻസാണ്. നിശബ്ദമായിട്ട് എഴുന്നേറ്റോ ഇരുന്നോ ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാവുന്ന, ഏത് മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് വന്ന് പ്രാർത്ഥിക്കാവുന്ന ഒരു മാതൃ മന്ദിർ അവിടെ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ എല്ലാ വ്യാഴാഴ്ച പിസ്സ നൈറ്റാണ്. അപ്പോൾ അവർക്ക് വ്യാഴാഴ്ച രാത്രികളിൽ അവിടെ വന്നിട്ട് അവർക്ക് അൺലിമിറ്റഡ് പിസ്സയാണ്. അവർക്കൊന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് പിസ്സ കഴിക്കാനുള്ള ഒരു സംവിധാനം അവിടെയുണ്ട്. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു കാര്യം ഞാൻ പറയട്ടെ. അവിടെ 10 സ്കൂൾസേ ഉള്ളൂ. പക്ഷേ സ്കൂളിൻ്റെ ക്യാമ്പസ് ഇല്ല. ട്രാവൽ ആൻഡ് ലേൺ എന്ന അവരുടെ കൺസെപ്റ്റ്. കുട്ടികൾക്ക് ഒരു സ്ഥലം ഫിക്സ്ഡ് ആയിട്ടില്ല, ക്ലാസ് റൂംസ് ഇല്ല. അവർക്കിങ്ങനെ നടന്ന് യാത്ര ചെയ്ത് കാര്യങ്ങളിങ്ങനെ പഠിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ചില സ്കൂൾസ് ഉണ്ട്, അവിടെ കരിക്കുലം ഇല്ല. എന്ന് വെച്ചാൽ അവർക്ക് സബ്ജക്റ്റ് ഇല്ല, സിലബസ് ഇല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഇതാണ്, ആർട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഞാൻ അത് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ ഇഷ്ടമാണ് ആ കുട്ടിയുടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ സിലബസ് എന്ന് പറയാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമല്ലേ? ഇപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിക്കും, ഇങ്ങനെയുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അതിങ്ങനെ ഒരു സ്ഥലമുണ്ട് നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്ത് ഇങ്ങനെ ഓറോവിൽ എന്ന് പറഞ്ഞ ഒരു വില്ലേജ് ഉണ്ടെന്നുള്ളതാണ്. എല്ലാ മനുഷ്യരും ഇങ്ങനെ ഒരുപോലെ ജീവിക്കുന്നൊരു സ്ഥലമാണ്. അവിടെ വലിയവൻ ചെറിയവൻ, ഹാവ്സ് ആൻഡ് ഹാഫ് നോട്ട്സ് എന്നുള്ള തരംതിരിവില്ലാതെ എല്ലാവരും ഒറ്റത്തട്ടിൽ ജീവിക്കുന്ന സ്ഥലമാണ്. പിന്നെ അവിടെ മണിയില്ല, അവിടെ അക്കൗണ്ട് നമ്പറാണ്. അപ്പോൾ നമ്മുടെ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് നമ്പർ പറഞ്ഞാൽ മതി. ഇനി നമ്മുടെ കയ്യിൽ പൈസ ഇല്ലേ, അത് വിഷയമൊന്നുമില്ല. ബിക്കോസ് ദേ ട്രസ്റ്റ് ഈച്ച് അതർ. അവരങ്ങോട്ടും പരസ്പരം വിശ്വസിക്കുന്ന ഒരു നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, ഭാഷ, കൾച്ചർ, എല്ലാവരും ഒരുപോലെ താമസിക്കുന്നൊരിടം. സുന്ദരമായൊരു വില്ലേജ് അല്ലേ? ഇനി ഈ കൺസെപ്റ്റ് ആരുടെ കൺസെപ്റ്റാണ്? ശരിക്കും നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ മനസ്സിലാവും, ഇത് ഈശോയുടെ കൺസെപ്റ്റാണ്. എല്ലാവരും ഒരുപോലെ ജീവിക്കുന്നൊരു സ്ഥലം. അത് ഈശോ അതിന് കൊടുക്കുന്ന പേരെന്തെന്നറിയാമോ? ഇറ്റ് ഈസ് കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയുന്ന ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ഈശോ പറയുന്നു, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്കുള്ളതാണ് സ്വർഗരാജ്യം. സ്വർഗരാജ്യം എന്നുള്ള വാക്കാണ്, നിങ്ങൾ സൂക്ഷിച്ച് കേൾക്കണം. സ്വർഗരാജ്യം. ഇവിടെ ദൈവരാജ്യം എന്നല്ല ഈശോ പറഞ്ഞത്, ഹെവൻ എന്നല്ല പറയുന്നത്. ഈ സ്വർഗരാജ്യവും ദൈവരാജ്യവും 2 ഡിഫറെൻ്റ് കൺസെപ്റ്റാണ്. കാരണം ദൈവരാജ്യം
സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഹെവനാണ്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന സമ്മാനമാണ് സ്വർഗരാജ്യം, കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറയാം. പക്ഷേ ദൈവരാജ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ തീർക്കേണ്ട ഒന്നാണ്. അതാണ് കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയാം. നമ്മൾ സ്വർഗസ്ഥനായ പിതാവെന്ന് പ്രാർത്ഥന ചൊല്ലുമ്പോൾ എന്താ പറയുന്നത്? ദൈ കിങ്ഡം കം, അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് ദൈവരാജ്യം. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഭരണം നടക്കണം. ദൈവത്തിൻ്റെ ഭരണം നടക്കുന്നിടത്ത് ചെറിയവനൊന്നും വലിയവനൊന്നുമില്ല, എല്ലാവരും ഒരുപോലെയാണ്. ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് ഒരുപോലെയാണ്. ദരിദ്രരും പണക്കാരൊക്കെ ഒരുപോലെയാണ്. അപ്പോൾ ചില ആൾക്കാർ ഈ ഭാഗം വായിക്കുമ്പോൾ തെറ്റിദ്ധരിക്കും ഇത് ദൈവം പറയുന്നത് സ്വർഗരാജ്യത്തെക്കുറിച്ചാണ്. നല്ല സ്വർഗരാജ്യത്തെക്കുറിച്ചാണ് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്നറിയാമോ? ഇതിനകത്ത് പറയുന്നുണ്ട് ഇപ്പോൾ കരയുന്നവരെ, ഇപ്പോൾ ചിരിക്കുന്നവരെ, ഇപ്പോൾ വിശപ്പ് അനുഭവിക്കുന്നവരെ നിങ്ങളെയൊക്കെ സംതൃപ്തരാക്കപ്പെടുമെന്ന് പറയുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത് ഇപ്പോൾ പണക്കാരായിട്ടുള്ളവരെ നിങ്ങൾക്കൊക്കെ ദുരിതമാണ്, ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്കൊക്കെ ദുരിതമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഭൂമി തലകുത്തി നിർത്തിയാൽ അത് സ്വർഗരാജ്യമാവും. ഈ ഭൂമി തലകുത്തി നിർത്തിയാൽ സ്വർഗരാജ്യമാവും. പക്ഷെ അങ്ങനെയല്ല. എന്നുവെച്ചാൽ ഇവിടെയുള്ള ഇപ്പോൾ ജീവിക്കുന്ന അദാനിമാർ, അംബാനിമാർ അവർ സ്വർഗത്തിൽ പോകുമ്പോൾ പിച്ചക്കാരാവും. ഇവിടെ പിച്ചക്കാരായിട്ട് ജീവിക്കുന്നതിന് സ്വർഗത്തിൽ പോകുമ്പോൾ അദാനി അംബാനിയാവും. അങ്ങനെയല്ല ദൈവം പറയുന്നത്. അപ്പോൾ ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ആ കൺസെപ്റ്റിലല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്നത് ദൈവരാജ്യമാണ്. നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ ഈ ഭൂമിക്ക് നമുക്ക് ദൈവത്തിൻ്റെ രാജ്യമാക്കി മാറ്റാൻ പറ്റും. അതാണ് ഇന്നത്തെ ഗോസ്പൽ ഈശോ പറയുന്നത്. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഒരു FBയിൽ വന്ന പോസ്റ്റാണ്. എൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, കോഫി ഓൺ ദ വാൾ. വെന്നീസിൽ ഒരു റെസ്റ്റോറൻറ്റിൽ, ഒരു കോഫി ഷോപ്പിൽ ഒരാൾ പോയിരിക്കുക. അയാൾ കൂട്ടുകാരനും കൂടിയുണ്ട്. അവരവിടെ ചെന്നിരുന്ന് കോഫി ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത ടേബിളിൽ ഒരാൾ വന്നു. ഒരാൾ ഒറ്റയ്ക്കാണ് വരുന്നത്. ആൾ വന്നിട്ട് വെയിറ്റർ വിളിച്ചിട്ട് പറഞ്ഞു, ഹലോ 2 coffees പ്ലീസ്, 1 for the table and 1 coffee on the wall എന്ന് പറഞ്ഞു. ആ വെയിറ്റർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കോഫി മാത്രം കൊണ്ടുവന്നു. ഇയാൾ ഈ കോഫി കുടിച്ചിട്ട് പോകാൻ നേരത്ത് ഇയാൾ 2 കോഫിയുടെ പേയ്മെൻറ്റ് നടത്തി. ഇയാൾ ഒരു കോഫി കുടിച്ചിട്ടേ ഉള്ളൂ, പക്ഷേ 2 കോഫിയുടെ പേയ്മെൻറ്റ് നടത്തിയിട്ട് ഈ മനുഷ്യൻ പോയി. ഇയാൾ പോയി കഴിഞ്ഞപ്പോൾ വെയിറ്റർ ഒരു സ്റ്റിക്കി നോട്ടിൽ 1 coffee for the wall എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മതിലുണ്ട്, ആ മതിലിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു. അപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ 2 പേര് വന്നു. എന്നിട്ട് അവർ വെയിറ്ററോട് ഓർഡർ ചെയ്തു 3 coffees, 2 coffee for the table and 1 coffee on the wall എന്ന് പറഞ്ഞു. അവർ 2 കോഫി കുടിച്ചുള്ളൂ. അവർ 3 കോഫിയുടെ കാശ് കൊടുത്ത് ഇവർ പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു സ്റ്റിക്കി നോട്ടെടുത്ത് വെയിറ്റർ ആ വാളിൽ ഒട്ടിച്ചു, 1 coffee on the wall എന്ന് ഒട്ടിച്ചു. അപ്പോൾ ഈ കാപ്പി കുടിക്കാൻ വന്നവർക്ക് കാര്യം മനസ്സിലായില്ല. 2-3 ആഴ്ച കഴിഞ്ഞ് വീണ്ടും അതേ കോഫി ഷോപ്പിൽ വന്നപ്പോഴേക്കും ഇവരിങ്ങനെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ കയറി വരാം. ഇവർ നോക്കിയപ്പോഴേക്കും അയാളിങ്ങനെ മുഷിഞ്ഞ വേഷം, ദാരിദ്ര്യം പിടിച്ചൊരു വേഷം ഇട്ടുകൊണ്ട് വരാം. അപ്പോൾ ഇങ്ങനെ ഒരാളെന്ത് ഈ അറ്റ്മോസ്ഫിയറിൽ കയറാം? കാരണം ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള കോഫി ഷോപ്പാണ്. അപ്പോൾ ഈ മനുഷ്യൻ കയറി വന്നപ്പോൾ ഇങ്ങനെ അനുഭവത്തോടെ ഇവർ നോക്കാം. അപ്പോൾ ഇയാൾ വന്നപ്പോഴേക്കും വെയിറ്റർ ഇയാളുടെ അടുത്ത് വളരെ മര്യാദയോട് ചെന്നിട്ട്, സർ എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ അയാൾ പറഞ്ഞു 1 coffee from the wall എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ഈ വെയിറ്റർ ചെന്നിട്ട് ഒരു കോഫി കൊണ്ടുവന്ന് ഈ മനുഷ്യന് കൊടുക്കുന്നു. ഈ മനുഷ്യൻ അത് കുടിച്ചിട്ട് പൈസ ഒന്നും കൊടുക്കുന്നില്ല, താങ്ക്സ് പറഞ്ഞിട്ട് പോകുന്നു. ഇയാൾ പോയി കഴിയുമ്പോൾ ഈ വെയിറ്റർ വോളിൽ നിന്ന് 1 coffee on the wall എന്ന് എഴുതി ഒരു പീസ് പേപ്പർ, ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ കീറിക്കളയാണ്. അപ്പോഴാണ് കാര്യം മനസ്സിലായത്, ആ നാടിൻ്റെ പ്രത്യേക സ്നേഹത്തിൻ്റെ ഒരു രീതിയാണത്. കാരണം കോഫി കുടിക്കുന്നവൻ അറിയരുത് ഇത് ആര് തന്നെന്ന്, കോഫി കൊടുക്കുന്നവൻ അറിയരുത് ഇത് ആരുടെ കയ്യിൽ പോകുന്നു എന്ന്. ഒരു മനുഷ്യനെയും ചെറുതാക്കാതെ, ഒരു മനുഷ്യനെ ഹേർട്ട് ചെയ്യാതെ അവർ ആ നാട്ടിലെ ആൾക്കാരെ പരസ്പരം സഹായിക്കുന്നൊരു രീതിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈശോ പറയുന്നില്ലേ, നിങ്ങളുടെ വലത് കൈ ചെയ്യുന്നത് ഇടത്ത് കര അറിയാതിരിക്കട്ടെ. നമ്മൾക്ക് എങ്ങനെയാണ് ദൈവത്തിൻ്റെ രാജ്യം ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് അറിയുമ്പോൾ നമ്മളൊക്കെ പാവപ്പെട്ടവരായിട്ട് മാറണമെന്നല്ല ഈശോ പറയുന്നത്. നമുക്ക് ദൈവം ആവശ്യത്തിനൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് പണമാവട്ടെ നമ്മുടെ സ്നേഹമാവട്ടെ അത് ആവശ്യമുള്ളവർക്ക് നമ്മൾ കൊടുക്കണം. അവർ പോലും അറിയാതെ അവരെ നമ്മൾ സഹായിക്കുമ്പോൾ നമ്മളൊക്കെ ഒരു തട്ടിലാവും. നമ്മുടെ ക്രിസ്ത്യാനിറ്റി തുടങ്ങിയപ്പോൾ അപ്പോസ്തലരുടെ നടപടി പുസ്തകം നമ്മൾ വായിക്കണം. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ആദ്യ സമൂഹം എങ്ങനെയായിരുന്നു. എല്ലാവരും ഒരുമിച്ച് കൂടി, അവർക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നില്ല. അവരുടെ പറമ്പും അവരുടെ സ്വത്തുക്കളൊക്കെ വിറ്റ് അവർ അപ്പോസ്തലന്മാരുടെ കാൽക്കുഴിൽ കൊണ്ട് വയ്ക്കുന്നു. എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് പങ്കുവെച്ചു. എല്ലാവർക്കും ഒരുപോലെ ഭക്ഷണം, എല്ലാവർക്കും ഒരുപോലെ സൗകര്യം, എല്ലാവർക്കും ഒരുപോലെ സ്നേഹം, എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അത് വണ്ടർഫുൾ അല്ലേ? അങ്ങനൊരു വില്ലേജാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. പരസ്പരം സഹായിച്ചുകൊണ്ട് നമുക്കങ്ങനെ സുന്ദരമായൊരു വില്ലേജ് ഉണ്ടാക്കട്ടെ. ഈശോയുടെ ഭാഷയിൽ അത് ദൈവത്തിൻ്റെ രാജ്യമാണ്. ലെറ്റ് us pray together. Thy kingdom come. ദൈവമേ,
ഞങ്ങൾ ഓരോരുത്തരിലൂടെയാണ് ഈ ഭൂമിയിൽ നിൻ്റെ ഭരണം നടക്കേണ്ടത്. ആ ഭരണം നടക്കുന്നത് ഞങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുമ്പോഴാണ്, പരസ്പരം സ്നേഹിക്കുമ്പോഴാണ്, എല്ലാവരും ഒരുപോലെ എന്ന് ചിന്തിക്കുമ്പോഴാണ്. എല്ലാവർക്കും വണ്ടർഫുൾ ഹാപ്പി സൺഡേ.